ഹലോ ഫ്രണ്ട്സ്, 2015 പുറത്തിറങ്ങിയ ഒരു അടിപൊളി മൂവിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മൂവി. വെള്ളത്തിലെ ഒരു പ്രാണി കടിക്കുന്നതിലൂടെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന വലിയൊരു ദുരന്തമാണ് ഈ മൂവി. ലോകത്തിലെ തന്നെ കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു മൂവി കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ നായികയായ കേസി, ജിൽ, ക്രിസ്റ്റൻ ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഈ 3 ഫ്രണ്ട്സും കൂടി കേസിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ പാർട്ടി ആഘോഷിക്കാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു പോയി. അങ്ങനെ അവർ രാത്രി പബ്ബിലൊക്കെ പോയി വെള്ളമടിച്ച് എൻജോയ് ചെയ്തു. നമ്മുടെ നായക കേസി കുടിച്ച് ബോധമില്ലാതെ അവിടെയുള്ള ഒരു പയ്യനുമായി ഡാൻസ് ഒക്കെ ചെയ്ത് കുറച്ച് അടുത്തിടപിഴകി. എന്നാൽ കേസി അതൊന്നും ബോധത്തോടെ ചെയ്തതായിരുന്നില്ല. കൂട്ടത്തിലുള്ള ജിൽ ആണെങ്കിൽ എല്ലാം തന്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. അവളുടെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ കാണാം. അടുത്ത ദിവസം ബീച്ചിലിരുന്ന അവരുടെ അടുത്തേക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ആ പയ്യൻ വന്നു. ഇവിടെ അടിപൊളി ഒരു സ്ഥലമുണ്ട്, പക്ഷെ അവിടേക്ക് അധികമാനം പോകാറില്ല, കാരണം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. അവിടുത്തെ വെള്ളം നല്ല തെളിനീര് പോലെ ഇരിക്കും എന്നൊക്കെ അവൻ അവരോട് പറഞ്ഞു. ജിൽ അവനെ സോപ്പിട്ട് അവിടേക്കുള്ള റൂട്ട് മാപ്പ് ഒക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ 3 പേരും കൂടി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. സത്യത്തിൽ അതൊരു കാടിന്റെ ഉള്ളിലുള്ള മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. ജില്ലും കേസിയും കണ്ടപാടെ വെള്ളത്തിലിറങ്ങി. അവിടെ ജെല്ലി പോലുള്ള ബബിൾസ് അവർ കണ്ടു. സത്യത്തിൽ അതൊരു ജീവിയുടെ മുട്ടയായിരുന്നു. വെള്ളത്തിൽ വെച്ച് കേസി എന്തോ ഒന്ന് കടിച്ചു, പക്ഷേ അവർ അത് കാര്യമാക്കിയില്ല. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലെത്തി. കേസിക്ക് സർപ്രൈസ് ആയിട്ട് അവളുടെ ഉഡ്ബിയായ ജേഡ് എത്തി. അവൻ അവൾക്കൊരു ബേബി ടേബിൾ സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുത്തു. അടുത്ത മാസമാണ് അവരുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജേഡിന് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം കേസിയുടെ മുൻപിൽ അവൻ ഇൻഡയറക്റ്റ് ആയി തന്നെ അവതരിപ്പിച്ചു. എന്നാൽ കേസി ഒട്ടും ഹാപ്പി അല്ലായിരുന്നു, കാരണം അവളുടെ എൻഗേജ്മെന്റ് റിംഗ് അവരുടെ ട്രിപ്പിൽ വെച്ച് നഷ്ടപ്പെട്ടു. അത് ജേഡ് അറിഞ്ഞാൽ വിഷമാകുമെന്ന് കരുതി അവൾ അവനോട് പറഞ്ഞതുമില്ല. ശേഷം ഫ്രഷ് ആകാൻ പോയ കേസി തന്റെ ശരീരത്തിൽ കുറച്ച് പാടുകൾ കണ്ടു. അത് അവൾ വലിയ കാര്യമാക്കിയില്ല. അടുത്ത ദിവസം അവൾ തൊട്ടടുത്ത തന്നെ ഫ്ലാറ്റിലെ ജേഡിന്റെ അമ്മയെ കാണാൻ പോയി. അവർക്ക് ജേഡും കേസിയും തമ്മിലുള്ള വിവാഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്ന കേസി പാർട്ടിയിലെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കി. അതിൽ മദ്യപിച്ച് ലെക്ക് കേട്ട അവളും ആ ബാറിൽ വെച്ച് പരിചയപ്പെട്ട പയ്യനും തമ്മിലുള്ള ഇന്റിമേറ്റ് സീനൊക്കെ കണ്ട് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അവൾ അടുത്ത ദിവസം തന്റെ നെയ്ബറിന്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ നായക്ക് അവളോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവളെ കണ്ടപ്പോൾ തന്നെ അത് വന്ന് അവളോട് സ്നേഹപ്രകടനം കാണിച്ചു. അതിനെയും കൊണ്ടാണ് അവൾ എന്നും വാക്കിങ്ങിന് പോകുന്നത്. അടുത്ത ദിവസം ഫുഡൊക്കെ റെഡിയാക്കി കേസി ജേഡിനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് ജേഡിന്റെ അമ്മയും ജേഡും തമ്മിലുള്ള അവരുടെ മാരേജിന്റെ പൊരുത്തക്കേടുകളെ കുറിച്ചുള്ള സംസാരം കേസി കേട്ടു. കുറെ ദൂരെയുള്ള ചെറിയ ശബ്ദങ്ങൾ പോലും കേസിക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അവൾ തന്നെ തിരിച്ചറിഞ്ഞു. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജേഡ് അവളോട് റിങ്ങിനെ പറ്റി ചോദിക്കും. അത് കുളിക്കാൻ നേരം ബാത്റൂമിൽ ഊരി വെച്ചിരിക്കുകയാണെന്ന് അവൾ കള്ളവും പറഞ്ഞു. ജേഡ് ഫുഡ് കഴിക്കുന്ന സൗണ്ട് പോലും അവൾക്ക് നല്ല ഉച്ചത്തിൽ ഫീൽ ചെയ്യും. പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ വന്ന അവൾ ബാത്റൂമിൽ പോയി വോമിറ്റ് ചെയ്യുമ്പോൾ പശ പോലുള്ള ദ്രാവകമാണ് വന്നത്. അവൾ അതും അത്ര വലിയ കാര്യമാക്കിയില്ല. രാത്രി അവരുടെ റൊമാൻസ് ഒക്കെ നടക്കുന്നതിനിടെ ജേഡ് അവളുടെ മുറിവിൽ അറിയാതെ കൈവച്ചു. പെട്ടെന്ന് ആ മുറിവ് പൊട്ടി പഴുപ്പ് പോലെ ഒരു സാധനം പുറത്തേക്ക് വന്നു. അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോയി അത് ക്ലീൻ ചെയ്തു. അതിപ്പോൾ അത്യാവശ്യം നല്ലൊരു മുറിവായിട്ടുണ്ട്. ജേഡ് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രാണി കടിച്ചതാണ്, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് കേസി ജേഡിനെ ഒഴിവാക്കി. ജേഡ് പോയ ശേഷം കേസി ആണെങ്കിൽ ആ ബാത്ത് ടബിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ഞെട്ടി ഉണർന്ന കേസി തനിക്ക് എങ്ങനെ ഇത്രയും നേരം വെള്ളത്തിനിടയിൽ കിടന്ന് ഉറങ്ങാൻ സാധിച്ചു എന്ന് മനസ്സിലായില്ല. അതൊക്കെ കഴിഞ്ഞ് തന്റെ എൻഗേജ്മെന്റ് റിംഗ് നഷ്ടപ്പെട്ടത് അവളെ വല്ലാതെ വിഷമത്തിലാക്കിയിരുന്നു. അവൾ ആ ട്രിപ്പിന്റെ വീഡിയോസ് പലതവണ കണ്ടു. അടുത്ത ദിവസം വാക്കിങ്ങിന് പോകാൻ അവൾ ആ നായയുടെ അടുത്ത് ചെന്നെങ്കിലും അത് അവളുടെ അടുത്തേക്ക് വന്നില്ല. അങ്ങനെ അവൾ അവളുടെ കൂട്ടുകാരിയായ ക്രിസ്റ്റന്റെ അടുത്ത് പോയി. തനിക്കിപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അവൾ ക്രിസ്റ്റനോട് പറഞ്ഞു. എങ്കിൽ നീ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കാൻ ക്രിസ്റ്റൻ അവളോട് പറഞ്ഞു. കേസി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. അവൾക്ക് അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു, കാരണം അത് ജേഡിന്റെ കുട്ടിയായിരുന്നില്ല. അന്ന് പാർട്ടിയിൽ വെച്ച് അവൾക്ക് സംഭവിച്ച അബദ്ധമായിരുന്നു അത്. അവൾ കണ്ണാടിയിൽ തന്നെ ബോഡി നോക്കിയപ്പോൾ അവളുടെ കാലിൽ പഴുത്ത് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് അവൾ കണ്ടു. അതിൽ നിന്ന് ജെല്ലി പോലുള്ള മുട്ടകളും പുറത്തേക്ക് പൊട്ടി വരുന്നുണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ ഡോക്ടറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഡോക്ടർ കുറച്ച് മെഡിസിൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മെഡിസിൻ ഒക്കെ വാങ്ങി വീട്ടിലെത്തിയ കേസി പിന്നെയും വോമിറ്റ് ചെയ്തു. അപ്പോഴെല്ലാം പശ പോലുള്ള ദ്രാവകമാണ് വന്നത്. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവൾ ഒരു സ്വപ്നം കണ്ടു. തന്റെ ഫ്രണ്ട്സ് എല്ലാവരും സർപ്രൈസ് ആയിട്ട് റൂമിൽ വന്ന് ബേബി ബേബി എന്നൊക്കെ വിളിച്ചു കൂവുകയാണ്. പെട്ടെന്ന് കുറെ ജെല്ലിമുട്ടകൾ അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നാൽ അവരെല്ലാം അത് ചവിട്ടി പൊട്ടിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന കേസി ബാത്ടബിലായിരുന്നു. അവളുടെ ശരീരത്തിൽ നിറയെ വഴുവഴുപ്പുള്ള ഒരു ദ്രാവകമായിരുന്നു. പെട്ടെന്ന് അവൾ അവിടുന്ന് എഴുന്നേറ്റ് തന്റെ റൂമിലെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ നോക്കിയപ്പോൾ അവിടെ ഫുൾ ഈ ജെല്ലിമുട്ടകളായിരുന്നു. അതെല്ലാം അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അവളുടെ മുഖമൊക്കെ വികൃതമായി തുടങ്ങിയിരുന്നു. ആ വീട് നിറയെ ആ മുട്ടകളായി.
പെട്ടെന്ന് ജെയ്ഡിന്റെ അമ്മ അവളുടെ ഫ്ലാറ്റിൽ വന്നു. അവൾ ഡോർ തുറക്കാതെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറാൻ തുടങ്ങി. അവളുടെ ശരീരത്തിൽ 90% ഇൻഫെക്റ്റഡ് ആയി എന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അവസാനം ജെയ്ഡിന്റെ അമ്മ തന്റെ കയ്യിലെ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്ത് കയറി. കേസി അവരുടെ മുൻപിൽ വരാൻ മടിച്ച് ഭിത്തിയുടെ പിറകിൽ ഒളിഞ്ഞു നിന്ന് സംസാരിച്ചു. കേസിയുടെ റൂമിൽ നിന്ന് വരുന്ന സ്മെല്ല് കാരണം നോക്കാൻ വന്നതാണെന്ന് അവർ അവളോട് പറഞ്ഞു. ആ ടേബിളിന്റെ പുറത്തിരുന്ന പ്രഗ്നൻസി കിറ്റും അവർ കണ്ടിരുന്നു. അവർ അവളോട് വളരെ മോശമായി തന്നെ സംസാരിച്ചു. ദേഷ്യം സഹിക്കാൻ കഴിയാതെ കേസി ഒച്ച വെച്ചതും അവളുടെ വായിൽ നിന്ന് വന്ന ദ്രാവകം അവരുടെ ശരീരത്തിൽ വീണു. സ്പോട്ടിൽ ശരീരമൊക്കെ പൊള്ളി അവർ അവിടെ തന്നെ മരിച്ചു വീണു. അപ്പോഴേക്കും കേസിയുടെ സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ നല്ല മാറ്റം വന്നിരുന്നു. അവൾ അവരെ എടുത്ത് ബാത്ടബിൽ കൊണ്ടിട്ടു. കേസിയുടെ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ജെയ്ഡ് കേസിയെ കാണാൻ ഫ്ലാറ്റിൽ വന്നു. എന്നാൽ അവൾ ഡോർ തുറന്നില്ല. ആ ഫ്ലാറ്റിന്റെ ഉൾഭാഗം ഇപ്പോൾ ഭ്രാന്താലയം പോലെയായിരുന്നു. ജെയ്ഡ് കുറെ ശ്രമിച്ചിട്ടും കേസി ഡോർ തുറക്കാത്തതുകൊണ്ട് അയാൾ തിരികെ പോയി. അന്ന് രാത്രി ജില്ലിനെ കാണാൻ ക്രിസ്റ്റൻ എത്തി. കേസിയുടെ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അവളെപ്പറ്റി തിരക്കാൻ ആയിരുന്നു ക്രിസ്റ്റൻ വന്നത്. ജില്ലാണെങ്കിൽ തനിക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് ക്രിസ്റ്റനെ അവൾ പറഞ്ഞു വിട്ടു. ക്രിസ്റ്റൻ പോയ ശേഷം ജിൽ കേസിയുടെ എൻഗേജ്മെന്റ് റിംഗ് എടുത്ത് തന്റെ കയ്യിലിട്ടു. സത്യത്തിൽ ആ റിംഗ് ജില്ലിന്റെ കയ്യിലുണ്ടായിരുന്നു. അവൾക്ക് ജെയ്ഡിനെ ഇഷ്ടമായതുകൊണ്ട് അത് കേസിക്ക് അവൾ തിരികെ നൽകിയില്ല. നമ്മുടെ കേസി ആണെങ്കിലോ ഇപ്പോൾ ആകെ പേടിപ്പെടുത്തുന്ന രൂപത്തിലായി മാറിയിരിക്കുകയാണ്. ആ വീട് നിറയെ മുട്ടകളായി. ക്രിസ്റ്റൻ കേസിയുടെ ഫ്ലാറ്റിൽ എത്തിയ ശേഷം ഒരുവിധം ഡോർ തുറന്ന് അകത്ത് കയറി. അവൾ അവിടം കണ്ട് പേടിച്ചുപോയി. കാരണം അത്രയും നാറ്റവും വൃത്തികേടുമായിട്ടാണ് അവിടെ കിടന്നത്. നമ്മുടെ കേസിയെ കണ്ട ക്രിസ്റ്റൻ പേടിച്ച് ബാത്റൂമിലേക്കാണ് കയറിയത്. അവളുടെ കയ്യിൽ നിന്നും ഫോൺ ബാത്ടബിലേക്ക് വീണു. അത് എടുക്കാൻ നോക്കിയ അവൾ ജെയ്ഡിന്റെ അമ്മയുടെ ബോഡി അതിൽ കിടക്കുന്നത് കണ്ട് കൂടുതൽ പേടിച്ചു. അകത്തേക്ക് വന്ന കേസി ക്രിസ്റ്റൻ ഒച്ച വയ്ക്കാതെ ഇരിക്കാൻ അവളുടെ വായിൽ പൊത്തിപ്പിടിച്ചതും ഒരു നീല ദ്രാവകം അവളുടെ കയ്യിൽ നിന്നും ക്രിസ്റ്റന്റെ ഉള്ളിൽ ചെന്ന് സ്പോട്ടിൽ തന്നെ അവളും മരിച്ചു. തന്റെ ആത്മാർത്ഥ സുഹൃത്തായ ക്രിസ്റ്റനും തന്റെ കൈകൊണ്ട് മരിച്ചതോർത്ത് അവൾ സങ്കടപ്പെട്ടു. അടുത്ത ദിവസം ജിൽ ജെയ്ഡിനെ കാണാൻ വരാമെന്ന് ഫോണിൽ മെസ്സേജ് അയച്ചു. അങ്ങനെ ജില്ലും ജെയ്ഡും കാറിൽ വെച്ച് മീറ്റ് ചെയ്തു. ജിൽ അന്ന് പാർട്ടിയിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും ജെയ്ഡിന് കാണിച്ചു കൊടുത്തു. അതിൽ കേസിയും ആ പയ്യനുമായിട്ടുള്ള വീഡിയോസും ഉണ്ടായി. ഇതൊക്കെ കണ്ട് ജെയ്ഡിന് നല്ല വിഷമവും കേസിയോട് ദേഷ്യവും തോന്നി. ഈ അവസരം ജിൽ നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തു. ഇതെല്ലാം കേസി അറിയുന്നുണ്ടായിരുന്നു. എത്ര ദൂരെയുള്ള ശബ്ദവും ഐഡന്റിഫൈ ചെയ്യാൻ കേസിക്ക് പറ്റുന്നത് കൊണ്ട് ജിൽ തന്നെ ചതിക്കുകയാണെന്ന് കേസിക്ക് മനസ്സിലായി. അവൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറ്റബോധം തോന്നിയ ജിൽ കേസിയെ കാണാൻ ഫ്ലാറ്റിൽ വന്നു. അവളും ഒരുവിധം ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയതും പേടിച്ചുപോയി. അവിടെയെല്ലാം കേസിയെ നോക്കിയ ജിൽ ബാത്റൂമിൽ ക്രിസ്റ്റന്റെ ബോഡി കിടക്കുന്നത് കണ്ട് ഞെട്ടി. ഇതേസമയം കേസി അവളെ ബോധം കെടുത്തി കെട്ടിയിട്ടു. ബോധം വന്ന കേസി ആ ലാപ്ടോപ്പിൽ അന്ന് ജിൽ എടുത്ത വീഡിയോസും തന്നെ ജിൽ മനഃപൂർവ്വം ആ പയ്യന്റെ കൂടെ വിട്ടതുമെല്ലാം കേസി അവളോട് ചോദിച്ചു. ബഹളം കേട്ട് തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ജെയ്ഡ് കേസിയുടെ ഫ്ലാറ്റിലേക്ക് വന്നു. ജെയ്ഡിന് ആദ്യമൊന്നും മനസ്സിലായില്ല. ജെയ്ഡ് ജില്ലിന്റെ കെട്ട് അഴിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് പിറകിൽ നിന്ന് കേസിയുടെ രൂപം കണ്ട ജെയ്ഡ് പേടിച്ചുപോയി. പെട്ടെന്ന് കേസി ജില്ലിന് ഒരടി കൊടുത്തതും സ്പോട്ടിൽ അവൾ മരിച്ചു. ജെയ്ഡ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജെയ്ഡും കേസിയും തമ്മിൽ അടിയായി. തന്റെ നീളമുള്ള നഖം വെച്ച് ജെയ്ഡിനെ കുത്തിയതും അവിടെ കിടന്ന ഒരു ഇരുമ്പ് വടി കൊണ്ട് ജെയ്ഡ് കേസിയുടെ നെഞ്ചിൽ കുത്തിയിറക്കിയ ശേഷം കേസിയുടെ തല ചവിട്ടി പൊട്ടിച്ചു. അങ്ങനെ അവളും മരിച്ചു. ശേഷം ജെയ്ഡ് ഒരുവിധം തന്റെ ഫ്ലാറ്റിലേക്ക് പോയി. ഫോൺ എടുത്ത് അവൻ പോലീസിനെ കോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അയാളുടെ ബോധവും നഷ്ടപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്ലാറ്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ അവിടെയുള്ളവർ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് വന്ന് അവിടെ ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവർ അന്തം വിട്ടുപോയി. എന്നാൽ ജെയ്ഡിന്റെ റൂമിൽ എത്തിയ അവർ കണ്ടത് ജെയ്ഡും ഇൻഫെക്റ്റഡ് ആയിരുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് വന്ന മുട്ടയിലെ പ്രാണികൾ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് 2 പെൺകുട്ടികൾ നടക്കാൻ പോകുന്നതാണ്. പെട്ടെന്ന് അതിലൊരാളുടെ കാലിൽ ഒരു പ്രാണി കടിക്കുകയാണ്. ഇനി അടുത്ത കേസി അവളാണെന്ന് കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കുകയാണ് ചെയ്യുന്നത്.